ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ജീസസ്. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും ആദിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും ആദിയായവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും ആദിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല രാവിലെ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെയും കൃപകളെയും ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വേഡ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന തിരുവചന ഗ്രൂപ്പിൽ കൂടെ തിരുവചന ശുശ്രൂഷയുമായി ആത്മീയ മന്ന എന്ന ഈ പ്രഭാത വചനധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. ഈ ഗ്രൂപ്പിന് അഡ്മിനായും ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനായും സ്ഥിരമായി വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായും വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം ധാരാളമായി സഹായിക്കണം. ഇന്നത്തെ ശുശ്രൂഷയിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം, ദൈവപ്രവൃത്തി ഉണ്ടാകണം. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കൃപയിൽ മറച്ചാട്ടെ. ദൈവനാമം മഹത്വപ്പെടണം, ദൈവകൃപ വ്യാപരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ സാന്നിധ്യത്തിൽ ഈ രാവിലെ സമയം തിരുവചന ചിന്തയുമായി വേഡ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന തിരുവചന ഗ്രൂപ്പിൽ ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ പരിപാലിച്ചു, ദൈവത്തിൻ്റെ ചിറകടിയിൽ നമ്മളെ സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ എല്ലാ സ്നേഹത്തിനും ദൈവത്തിൻ്റെ എല്ലാ കരുതലിനും നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരോടുമുള്ള ക്രിസ്തീയ സ്നേഹവും വന്ദനവും അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ പകലിൽ വിശുദ്ധ ആരാധനയിൽ കർത്താവിനെ ആരാധിക്കുവാൻ വലിയവനായ ദൈവം കൃപ നൽകി. വീണ്ടും ഒരു പ്രഭാതം സന്തോഷത്തോടെ സമാധാനത്തോടെ കാണുവാൻ കർത്താവ് നമുക്കൊരുക്കി തന്ന വലിയ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. സമശിഷ്ടങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പലരും രോഗികളായും ദുഃഖിതരായും ക്ലേശമനുഭവിച്ച് ഈ ലോകത്തിൽ വേദനയോടെ ജീവിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കർത്താവിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മെ നടത്തുന്ന ഓരോ വഴികൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശേഷിയാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം എന്നീ അധ്യായങ്ങളെ ആസ്പദമാക്കി എഫെസോസ് സ്തോത്രം ആസിയയിലുള്ള 7 സഭകൾക്ക് എഴുതുന്ന ദൂതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണല്ലോ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച 1-ാം അധ്യായത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചും യോഹന്നാനുണ്ടായ വെളിപ്പാടിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ കർത്താവ് കൃപ നൽകി. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു സന്തോഷവും ആനന്ദവുമായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം ശബ്ദം കേൾക്കുവാൻ സ്വർഗം എനിക്ക് കൃപ നൽകി. ജീവിതത്തിൻ്റെ പല ഭാരങ്ങളുടെ അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്, ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മെ വഴി നടത്തുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പ്രതികൂലമായ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് തകർച്ചയുടെയും ഏത് കഷ്ടതയുടെ നടുവിൽ സമാധാനപരമായി ജീവിക്കുവാൻ കഴിയും.
അത് ക്രിസ്തുവിലുള്ള പ്രത്യാശ കൊണ്ടാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ സ്തോത്രം ചിന്തിക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ യോഹന്നാൻ ഉണ്ടാകുന്ന വെളിപ്പാടാണ്. അതുകൊണ്ട് എല്ലാം അനുകൂലമാകുമ്പോഴാകണമെന്നില്ല ദൈവശബ്ദവും ദൈവിക ഇടപെടലുകളും വെളിപ്പെടുന്നത്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ഒറ്റപ്പെടലിൻ്റെയും തഴയപ്പെടലിൻ്റെയും തള്ളപ്പെടലിൻ്റെയും പരാജയ ഭീതി നിഴലിടുന്നതിൻ്റെയും ഒക്കെ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ 1-ാം അധ്യായത്തിൽ ക്രിസ്തു വെളിപ്പെടുകയാണ്. യോഹന്നാൻ വെളിപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്നൊരു പദം, എന്നോട് സംസാരിക്കുന്ന നാദം എന്തെന്ന് കാണുവാൻ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തേജോമയനായ ക്രിസ്തു വെളിപ്പെട്ട് നിൽക്കുകയാണ്. സ്തോത്രം. യോഹന്നാന് അത് കണ്ടിട്ട് ഭയമുണ്ടായി, മരിച്ചവനെ പോലെയായി. ആ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ സദാകാലവും ജീവിച്ചിരിക്കുന്നു. ഞാൻ ആദിയും അന്തവുമാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്തോത്രം. ആ കർത്താവ് യോഹന്നാനോട് പറയുന്നത്, നീ എഴുതുക. എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയത്തര, സർദീസ്, ലവോദിക്കിയ, ഫിലദൽഫിയ എന്നീ 7 സഭകൾക്ക് നീ എഴുതുക. പത്മോസിൽ താൻ ക്രിസ്തുവിനെ കണ്ടു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നാം ക്രിസ്തുവിനെ കാണുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കാറ്റ് കണ്ട് പത്രോസ് പേടിച്ചു. സ്തോത്രം. അവൻ മുങ്ങിത്തുടങ്ങുകയാൽ. അപ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട്, സാഹചര്യത്തെ നോക്കിയാൽ മുങ്ങിപ്പോകും. ക്രിസ്തുവിനെ നോക്കിയാൽ, ക്രിസ്തുവിനെ കണ്ടാൽ ജീവിതത്തിൽ പുതിയ വെളിപ്പാടുകൾ പ്രാപിക്കാം. അതുകൂടെ ഞാൻ പറയുന്നു, സാഹചര്യത്തെ കണ്ട പത്രോസ് ഭയന്നും നിലവിളിച്ചും ആ കടലിൻ്റെ ആഴത്തിലേക്ക് മുങ്ങുമ്പോൾ, ക്രിസ്തുവിനെ കണ്ട യോഹന്നാൻ സഭകൾക്ക് ദൂതെഴുതുകയാണ്. താൻ കഷ്ടതയിൽ കിടക്കുമ്പോഴും, താൻ ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴും, താൻ മറ്റുള്ളവർക്ക് ദൈവാലോചനയും ദൈവ സന്ദേശവും മുന്നറിയിപ്പും സ്തോത്രം ഒക്കെ പകർന്നു കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ കഷ്ടതയുടെ നടുവിൽ ക്രിസ്തുവിനെ കാണുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ലൈവിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മുടെ സാഹചര്യങ്ങളെ ഒരിക്കലും നമ്മൾ സ്തോത്രം കണ്ട് മടുത്തു പോകരുത്. നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിലും ക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ കണ്ട യോഹന്നാന് ക്രിസ്തുവിൻ്റെ നിയോഗമുണ്ടായി, നീ എഴുതുക 7 സഭകൾക്ക്. അതിൽ 1-ാമത്തെ സഭയെക്കുറിച്ചാണ് കർത്താവ് അനുവദിച്ചാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. എഫെസോസ്, അതിൽ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ്, നീ എഫെസോസിലെ സഭയ്ക്ക് എഴുതുക. ഹല്ലേലൂയ. ഇതിന് ചില ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എഫെസോസിലെ ശുശ്രൂഷയുടെ പഠനം ഒരനുഗ്രഹമായിരിക്കും. സ്തോത്രം. നമുക്കറിയാം, ഏഷ്യ മൈനറിലെ ഏറ്റവും ശക്തമായ വലിപ്പം കൂടിയ ഒരു പട്ടണമാണ് എഫെസോസ് പട്ടണം. അതുകൊണ്ടേ ആയിരിക്കാം ദൂതെഴുതുമ്പോൾ ആദ്യം എഫെസോസ് പട്ടണത്തിന് എഴുതിയത്, എഫെസോസ് സഭയ്ക്ക് എഴുതിയത്. സ്തോത്രം. ഇത് ആസിയുടെ വിളക്കെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. എഫെസോസിനെ കുറിച്ച് പറയുന്നത് ആസിയുടെ വിളക്കാണ്. സ്തോത്രം. അതുമാത്രമല്ല, ഇത് നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന പട്ടണമായതുകൊണ്ട് കച്ചവടത്തിനും മറ്റു വ്യാപാര കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു തുറമുഖ പട്ടണമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അനേകർ അവിടെ വന്നുപോയിരുന്നു. സ്തോത്രം.
എല്ലാറ്റിനേക്കാൾ ഉപരി എഫെസോസ് പട്ടണം ആ കാലങ്ങൾ പുരാതന കാലത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ആ സ്തോത്രം അർത്തമീസ് എന്ന അല്ലെങ്കിൽ ഡയാന എന്ന സ്തോത്രം ഒരു ആരാധന മൂർത്തിയെ ആരാധിക്കുന്ന വിഗ്രഹാരാധനയുടെ ഒരു ഈറ്റില്ലം തന്നെയായിരുന്നു എഫെസോസ്. സ്തോത്രം. ഒരു കുന്നിൻ്റെ മുകളിൽ പണിത 450 അടി വിസ്തീർണവും 20 അടി അലളിയ സ്തോത്രം 450 അടി ഉയരവും 20 അടി വിസ്തീർണവും ഉള്ളതായ ഈ സ്തോത്രം ഡയന അല്ലെങ്കിൽ അർത്തമീസ് എന്ന് പറയുന്ന ആരാധനയുടെ സ്തോത്രം ഒരു ക്ഷേത്രം തന്നെ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി അതിനെ പരിഗണിക്കുകയും പല ദേശങ്ങളിൽ നിന്നും അവിടേക്ക് ആളുകൾ കടന്നു വരികയും അവിടുള്ളതായ വിഗ്രഹാരാധന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്നു എഫെസോസ് പട്ടണം ധാർമ്മികമായി അധപ്പതിക്കപ്പെട്ടും സ്തോത്രം അതുപോലെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞതും മറ്റ് പലയിടങ്ങളിൽ നിന്നും അനേക ആയിരങ്ങൾ അവിടെ കടന്നു വന്ന് സ്തോത്രം ഈ ആരാധന കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു വന്നു എന്ന് ചരിത്രം പറയുന്നു. എന്നാൽ ഈ എഫെസോസ് പട്ടണത്തിൽ കർത്താവ് ഒരു സഭ സ്ഥാപിക്കപ്പെടുത്തി. പൗലോസ് മുഖാന്തരം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ 19-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ 19, 20 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന്റെ മിഷണറി യാത്രയിലെ ശക്തമായ ഒരു പ്രവർത്തനം എഫെസോസ് പട്ടണത്തിൽ നടന്നു. സ്തോത്രം. പൗലോസ് അവിടെ 3 വർഷത്തിൽ പരം അവിടെ താമസിച്ച് ശുശ്രൂഷിച്ചു. എഫെസോസിൽ വളരെ ത്യാഗം ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് അത് പറയുന്നുണ്ട്. എഫെസോസിൽ തനിക്കൊരു മൃഗയുദ്ധം വരെ ഉണ്ടായെന്ന്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇരുളിന്റെ ശക്തികളോട്, ഇരുളിന്റെ ആധിപത്യങ്ങളോട് താൻ മല്ലടിക്കേണ്ടതും പോരാടേണ്ടതുമായ അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ചിന്തിക്കുക, ദൈവം ഒരു സഭ സ്ഥാപിക്കുമ്പോൾ, ദൈവം ഒരു സഭ തൻ്റെ ഭക്തന്മാരെ മുൻനിർത്തി ദൈവം ചെയ്യുമ്പോൾ അതിന് മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തികൾ പലപ്പോഴും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടതുണ്ട്, അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിൽക്കുമ്പോൾ ത്യാഗങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? പൗലോസ് പറയുന്നത്, ഞാൻ എഫെസോസിൽ എന്ത് ചെയ്തു? മൃഗയുദ്ധം ചെയ്തു. സ്തോത്രം. ഒരു ഫൈറ്റിംഗ് ആയിരുന്നു ഞാൻ അവിടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയും പ്രത്യേകിച്ച് ദൈവമക്കളില്ലാത്ത, ദൈവസഭകളില്ലാത്ത പ്രദേശങ്ങളിലും ഏരിയകളിലുമുള്ള സുവിശേഷ പ്രവർത്തനം സ്തോത്രം ഒരു യുദ്ധം തന്നെയാണ്. കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഒരുപക്ഷെ കാണത്തില്ലെന്ന് വരാം, മനസ്സിലാക്കിയില്ലെന്ന് വരാം. എന്നാൽ ആ ദൈവദാസൻ അനുഭവിക്കുന്നത് ഒരു മൃഗയുദ്ധത്തിന് സമമായ, ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ കൂടെയാണ്. ഒരു ഫൈറ്റിംഗ് ആണ് ഇരുളിന്റെ ആധിപത്യങ്ങളോടും, ഇരുളിന്റെ ശക്തികളോടും, ഇരുളിൻ്റെതായ വാഴ്ചകളോടും, അധികാരങ്ങളോടും, ആ ദേശങ്ങളിൽ കുടിയിരുന്ന് ജനത്തെ നശിപ്പിക്കുന്ന, ഹല്ലേലൂയ, പാപം ചെയ്യിക്കുന്ന, ആത്മഹത്യകൾ ചെയ്യിപ്പിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ധാർമ്മികമായ അധപ്പതനങ്ങളെ സൃഷ്ടിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കുടുംബങ്ങൾക്ക് സമാധാനമില്ലാതെ, വ്യക്തികൾക്ക് സന്തോഷമില്ലാതെ, സമൂഹത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ശാന്തതയില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുളിന്റെ ശക്തികളോടുള്ള പോരാട്ടമാണ് ഒരു സുവിശേഷകൻ, ഒരു ദൈവഭക്തൻ സ്തോത്രം സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്നത്. അത് പുറമേ നോക്കുമ്പോൾ ആർക്കും കാണുവാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള സകല ജനങ്ങളും വന്ന് സ്തോത്രം ആരാധനയിൽ നിർവൃതി കൊണ്ട്, അല്ലെങ്കിൽ
പാപത്തിന്റെ ഈറ്റില്ലം സ്തോത്രം ധാർമ്മികമായി അധപ്പതിക്കപ്പെട്ട് കിടക്കുന്ന പിശാചിന്റെ മേഖലകൾ സ്തോത്രം വാഴ്ച ചെയ്ത എഫെസോസിലെ ശുശ്രൂഷ പൗലോസ് പറയുന്നു, ഞാൻ മിഷണറി യാത്ര 3 ചെയ്തു. ഇതിനകത്തൊന്നും വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു പോരാട്ടം, ഇതിനകത്ത് വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു യുദ്ധം ഞാൻ അനുഭവിച്ചത് എഫെസോസിൽ വെച്ചാണ്. ഹല്ലേലൂയ. അതിന്റെ കാരണവും അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദ്യോവിൽ നിന്നും വീണ് കിട്ടിയ എന്ന് പറഞ്ഞ് ആരാധിക്കപ്പെടുന്നതായ സ്തോത്രം ഡയാനായുടെ സ്തോത്രം അർത്തമീസിന്റെ ആരാധനയുടെ ആ പൈശാചിക സാന്നിധ്യത്തിന്റെ ഹല്ലേലൂയ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നോടും തന്റെ ശുശ്രൂഷയോടും പോരാടുന്ന ഒരു കൂട്ടം അന്ധകാര ശക്തികളെ വെല്ലുവിളിച്ചും അതിനെതിരെ പടവെട്ടിയുമാണ് പൗലോസ് എഫെസോസിൽ ശുശ്രൂഷിച്ചത്. എന്നാൽ ഒരു കാര്യമുണ്ട്, സ്തോത്രം, കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, 16-ാം അധ്യായം 9-ാം വാക്യം, 1 കൊരിന്ത്യർ 16:9, എനിക്ക് വലുതും സബലവുമായ വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. 8 പറയുന്നു, എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും. അവിടെ എഴുതിയിരിക്കുന്നു, എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും, എനിക്ക് വലുതും വിശാലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. മൃഗയുദ്ധം ചെയ്ത പട്ടണം, ജീവൻ ത്യാഗം ചെയ്ത് ശുശ്രൂഷിച്ച പട്ടണം. പൗലോസ് അവിടെ പറയുന്നു, എനിക്ക് അവിടെ ഒരു സഫലവും വിശാലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു സന്ദേശം രാവിലെ സന്തോഷത്തോടുകൂടെ ഞാൻ കൈമാറട്ടെ. ജീവിതത്തിൽ എവിടെയാണോ നീ യുദ്ധം നേരിട്ടത്, ഏത് മേഖലയിലാണോ നീ കഷ്ടതയിൽ പോരാടേണ്ടി വന്നത്, ഏത് സാഹചര്യത്തിലാണോ നീ യുദ്ധത്തിന് സമാനമായ അനുഭവത്തിൽ കൂടെ കടന്നുപോയത്, അവിടെ നിനക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ രാവിലെ സമയം ഭാവിയോടുള്ള ബന്ധത്തിൽ നീ ഒരു പോരാട്ടത്തിലാണോ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നീ ഒരു യുദ്ധത്തിലാണോ, കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നീ ഒരു യുദ്ധത്തിൽ കൂടെയാണോ കടന്നു പോകുന്നത്, സഭാ പരിപാലനത്തോടുള്ള ബന്ധത്തിൽ, വിശ്വാസ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നീ ഒരു ഹല്ലേലൂയ സ്തോത്രം ആ യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ കൂടെയാണോ കടന്നു പോകുന്നത്, ഒരു കാര്യം പറയാം, അവിടെ നിനക്ക് സഫലവും വലുതുമായ ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഈ രാവിലെ സമയം ഒന്ന് വിശ്വസിക്കാൻ കഴിയും? ഞാനിപ്പം അനുഭവിക്കുന്ന യുദ്ധം എനിക്ക് വലിയൊരു വാതിൽ തുറക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പൗലോസിന് വലുതും വിശാലവുമായ വാതിൽ തുറന്നത് എഫെസോസിൽ. എന്തുകൊണ്ടാ? അവിടെ വ്യാപരിച്ച ഇരുളിന്റെ ആധിപത്യങ്ങളോട് താൻ സ്വത്രം അണുവിട തെറ്റാതെ ഹല്ലേലൂയ ദൈനംദിനം ഹല്ലേലൂയ പോരാടുകയും മൃഗയുദ്ധം ചെയ്യുകയും യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പൗലോസിന് പറയാൻ കഴിയും, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികകളെ അല്ല, കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഇന്ന് രാവിലെ സമയം ഏത് വിഷയത്തിലാണോ നീ ഒരു യുദ്ധത്തിന് സമാനമായി നിൽക്കുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ, യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് രാവിലെ ഓർത്തുകൊള്ളുക, നിനക്ക് അവിടെ വലിയൊരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യുദ്ധം ഒരു നാൾ കൊണ്ട് തീർന്നില്ല. സാധാരണ യുദ്ധത്തിന് ഒരു എൻഡുണ്ടല്ലോ, ഒരു പര്യവസാനമുണ്ടല്ലോ. എന്നാൽ ആത്മീയ യുദ്ധം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. അത് ദൈനംദിന ജീവിതത്തിൽ നീ പോരാടേണ്ടി വരാം. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, യുദ്ധത്തിന് സ്തോത്രം യുദ്ധവീരനായ യഹോവ യുദ്ധത്തിന് നമ്മുടെ പോരിന് നമ്മുടെ കൈകളെയും ഹല്ലേലൂയ യുദ്ധത്തിന് നമ്മുടെ കൈകളെയും പോരിന് നമ്മുടെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ഒരു സർവശക്തനുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. തന്റെ ദൂതന്മാരെ അയക്കും. ഇന്ന് രാവിലെ സമയം യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നീ നാളുകളായി യുദ്ധത്തിന്റെ മുഖത്താണ് നിൽക്കുന്നത്. എന്നാൽ അവിടെ തന്നെ നിനക്കൊരു സഫലമായ വാതിൽ തുറന്നിട്ടുണ്ട്. അവിടെ നിനക്ക് വേണ്ടി സഫലമായ ഒരു വഴി തുറന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഇന്ന് രാവിലെ സമയം ഒരുങ്ങുക. സ്തോത്രം, സഫലമായ ഒരു വാതിൽ. ഹല്ലേലൂയ. ആരാ പറയുന്ന വാതിൽ തുറന്നിരിക്കുന്നെന്ന്? പൗലോസ് കർത്താവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവിക ഉറപ്പിന്റെ ബലത്തിലും നിന്നുകൊണ്ട് പറയുന്നു, എനിക്കൊരു വാതിൽ തുറന്നിരിക്കുന്നു. തുറക്കുന്നവൻ ആരാണ്? തുറക്കുന്നവൻ സർവശക്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുന്നു, തുറവുകോൽ താക്കോൽ കൈവശമുള്ളവൻ, ദാവീദിന്റെ സ്തോത്രം സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുവാൻ സർവശക്തനായ ദൈവം. ആ യേശു പറയുന്നു,
മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഈ രാവിലെ സമയം താക്കോൽ കൈവശമുള്ളവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നീ മൃഗയുദ്ധം ചെയ്യുന്ന യുദ്ധം ചെയ്യുക, ഒരു ഭാവിക്ക് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. സ്തോത്രം. സഭാപരിപാലനത്തിൽ, സുവിശേഷ വേലയിൽ, ദേശത്തോട്, ദേശത്തിൻ്റെ ശക്തികളോട്, സാഹചര്യങ്ങളോട് നീ മല്ലടിക്കുക. ഹല്ലേലൂയ. ഗിദെയോനെ പോലെ ഞാൻ വിതച്ചത് ഒരുത്തനും കൊയ്തു പോകരുതെന്ന് പറഞ്ഞ് നീ ഇന്ന് പകലിൽ പോരാടുകയാ. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. അത് വലിയ വാതിലാ, സഫലമായ വാതിലാ. സ്തോത്രം. ഹല്ലേലൂയ. വാതിലിൻ്റെ അളവ് കണ്ടുകൊണ്ട് സ്തോത്രം നമ്മൾ വിധിയിരുത്തരുതേ. വാതിൽ ചെറുതാണെങ്കിലും വഴി വലുതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാതിൽ ഇന്ന് രാവിലെ സമയം ദൈവം നമുക്ക് വേണ്ടി തുറക്കുമെന്ന് ഈ വചന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു. എഫെസോസിൽ വിശാലവും സഫലവുമായ വാതിൽ എനിക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. എതിരാളികളും പലരുണ്ട്. ഒരാളല്ല എതിര്, രണ്ടുപേരല്ല എതിര്. സ്തോത്രം. പലരാ. അവര് ഒരേ സമയത്തല്ല വരുന്നത്. ഒരാൾ വന്ന് പോയി കഴിയുമ്പോൾ അടുത്ത ആൾ വരുന്നു എന്ന് പറഞ്ഞാൽ തുടർമാനമായി, തുടർച്ചയായി യുദ്ധത്തിലാണ്, എതിരാളികളാണ്. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, സ്തോത്രം, ഒന്ന് മാറുമ്പോൾ ഒന്ന്, ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നുവെങ്കിലും നമ്മൾ അതിനകത്ത് തളർന്നു പോയിട്ടുണ്ടോ, തകർന്നു പോയിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? സ്തോത്രം. ക്രിസ്തു നമ്മുടെ മുമ്പിൽ യുദ്ധവീരനായുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഒരാത്മീയൻ എപ്പോഴും ഒരു പടക്കളത്തിലാണ്, ഒരാത്മീയൻ എപ്പോഴും പോരാട്ടത്തിലാണ്. സ്തോത്രം. ഒരാത്മീയൻ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായി ആത്മീയ സന്ദേശമായി ഞാൻ കൈമാറട്ടെ. എഫെസോസിൽ വലിയൊരു ശുശ്രൂഷ വെളിപ്പെട്ടത് അവിടെ വലിയൊരു പോരാട്ടം കഴിച്ചതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഇന്നൊരു തുടർമാനമായ പോരാട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ നിങ്ങളെ കൊണ്ട് ദൈവം ചില പ്രവർത്തികൾ ചെയ്യിക്കുവാനുണ്ട്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവർത്തന പുസ്തകം ധ്യാനിച്ചപ്പോൾ എഫെസോസിലെ ശുശ്രൂഷകളെക്കുറിച്ച് ചിന്തിച്ചതാണല്ലോ. സ്തോത്രം. 3 വർഷത്തിൽ പരം അവിടെ ശുശ്രൂഷിച്ചു. സഭ രൂപാന്തരപ്പെട്ടു എന്നുള്ളതല്ല വിഷയം. അവിടെ അനേകം മൂപ്പന്മാരെ ദൈവം പൗലോസ് മുഖാന്തരം എഴുന്നേൽപ്പിച്ചു. അനേക ശുശ്രൂഷകന്മാരെ വാർത്തെടുത്തു. പിന്നീട് ഈ എഫെസോസിൽ പൗലോസ് തിമത്യോസിനെ ശുശ്രൂഷ പരമേൽപ്പിച്ചു. സ്തോത്രം. നമ്മളത് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. 1 തിമത്യോസ് 1:3 നമ്മളത് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അക്വിലാവും പ്രിസ്കില്ലയും അപ്പൊല്ലോസും ഒക്കെ ഇവിടെ ശുശ്രൂഷിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. പിൽക്കാലത്ത് ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ തന്നെ ഈ സഭയുടെ ദീർഘനാളുകളിലെ ആ സ്തോത്രം മൂപ്പനായും ശുശ്രൂഷകനായും സേവനമനുഷ്ഠിച്ചു എന്ന് സ്തോത്രം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായി ഞാൻ പറയുന്നു, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുമ്പോൾ, യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രശ്നത്തെ അതിജീവിച്ചു വരുമ്പോൾ അടുത്ത പ്രശ്നം, ഒരു പ്രശ്നത്തിൽ നിന്നും സ്തോത്രം നമ്മൾ അതിനകത്തുനിന്ന് ആളുകൾ റിക്കവർ ആകുമ്പോൾ അടുത്ത പ്രശ്നം. ഇതാണ് യുദ്ധം, ഇതാണ് യുദ്ധം. ഈ യുദ്ധം അവസാനിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് യുദ്ധത്തിൽ നമുക്ക് സ്തോത്രം യുദ്ധം അവസാനിക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ യുദ്ധത്തിൻ്റെ നടുവിലും നമുക്ക് വേണ്ടി വലുതും വിശാലവുമായ വാതിലുകൾ ദൈവം തുറക്കുന്നില്ലേ? സഫലമായ വാതിലുകൾ തുറക്കുന്നില്ലേ? ഈ ലോക്ക്ഡൗൺ സമയങ്ങളിൽ എത്രയോ പോരാട്ടത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? പൗലോസ് പറയുന്നു, എനിക്ക് എഫെസോസിൽ മൃഗയുദ്ധമുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് എഫെസോസിൽ എനിക്ക് വേണ്ടി വലുതും സഫലവുമായ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അങ്ങനെ പിശാചിൻ്റെ സ്തോത്രം കുടിയിരിപ്പെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ധാർമ്മികമായി അധപ്പതിച്ച് സ്തോത്രം
കടന്നതായ ആ പട്ടണത്തിൽ ദേശം മുഴുവനും അർത്തമീസിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ, ആ പൈശാചിക ശക്തിയുടെ കീഴിൽ ജനം മുഴുവനും നാശത്തിലേക്ക് പോകുമ്പോൾ അഭിഷേകത്തോടെയും ആത്മനിയോഗത്തോടുകൂടിയും അധികാരത്തോടുകൂടിയും എഫെസോസിൻ്റെ പട്ടണത്തിൽ കാലെടുത്ത് വെച്ച് പൗലോസ് അവിടെ ശുശ്രൂഷ ചെയ്തു. അവിടെ നല്ലൊരു സഭ രൂപാന്തരപ്പെട്ടു. ആ സഭ പിൽക്കാലത്ത് പൗലോസ് തൻ്റെ ലേഖനം എഴുതുന്നുണ്ട് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി. സ്തോത്രം. ആ സഭ പിന്നീട് അവർക്ക് വന്നതായ ആത്മീയമായ സ്തോത്രം മൂല്യച്യുതികൾ, ആത്മീയമായി അവർ അധപ്പതിച്ചു പോയതൊക്കെ കണ്ടുകൊണ്ടാണ് എഫെസോസിലെ സഭയ്ക്ക് യോഹന്നാൻ മുഖാന്തരം കർത്താവ് സന്ദേശം പറയുന്നത്. സ്തോത്രം. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചരിത്രം അവിടെ അവസാനിപ്പിക്കുന്നു. അതിൻ്റെ 1-ാം വാക്യത്തിലുള്ള ക്രിസ്തു പരാമർശത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സഭയ്ക്കും ദൂതെഴുതും. നിങ്ങളത് ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാം. എല്ലാ സഭയോടും ദൂത് പറയുമ്പോൾ ആരാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് യോഹന്നാൻ എഴുതുന്നതല്ല. യോഹന്നാൻ ഒരു സ്തോത്രം മീഡിയേറ്റർ ആകുന്നതേ ഉള്ളൂ. യോഹന്നാൻ അല്ല ഇത് എഴുതുന്നത്. ഇത് പരിശുദ്ധാത്മാവ് സ്തോത്രം ദൈവത്തിൻ്റെ ആലോചനയായി യോഹന്നാനെ ഓർപ്പിച്ചതാണ്. നീ എഴുതുന്ന ഡ്യൂട്ടി മാത്രമേ യോഹന്നാനുള്ളൂ. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തേജസ്സിൽ വെളിപ്പെട്ട ക്രിസ്തുവിനാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ എല്ലാ സ്തോത്രം 7 സഭകളോട് പറയുമ്പോഴും ആരാണ് പറയുന്നതെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എല്ലാ സഭകളോടും പറയുമ്പോൾ എഴുതിയിട്ടുണ്ട്. ആരെഴുതിയിരിക്കുന്നു, ആരാണിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് യോഹന്നാൻ പറയുകയല്ല, യോഹന്നാൻ്റെ അഭിപ്രായമല്ല. സ്തോത്രം എന്ന് ബോധിപ്പിക്കുവാനാണ്. ഇതിൽ നിന്നും ഞാനൊരു സന്ദേശം പറയാം. ദൈവം ഒരു ദൈവദാസനിൽ കൂടെ, ദൈവഭക്തനിൽ കൂടെ അരുളി ചെയ്താൽ അത് ദൈവമാണ് പറഞ്ഞതെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്തോത്രം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിനാണ്. സ്തോത്രം. പലർക്കും വ്യക്തികളിൽ നിന്നും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൂത് കേൾക്കാൻ താല്പര്യമാണ്. എന്നാൽ അവരിൽ നിന്നും മുന്നറിയിപ്പിൻ്റെയും താക്കീതിൻ്റെയും തർജനത്തിൻ്റെയും വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്കത് സ്വീകാര്യമല്ല, അംഗീകരിക്കുവാൻ സ്തോത്രം അവരത് വൈമനസ്യം കാണിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ആ പാസ് പറഞ്ഞെന്നുള്ള ഉദാഹരണം കൊണ്ടാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസനിൽ കൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ദൈവശബ്ദമാണെന്ന് ഉറപ്പ് പ്രാപിക്കുമ്പോൾ അത് തങ്ങൾക്ക് അനുഗ്രഹമായ വാക്യങ്ങളായാലും അല്ല തങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളാണാലും അത് ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് സ്വീകരിക്കുവാൻ മനസ്സ് കാണിക്കണം. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ സ്തോത്രം നല്ല ലക്ഷണമെന്ന് ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അതിലെഴുതിയിരിക്കുന്നു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം. 1, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. ഇവിടെ ആരാണ് അരുളി ചെയ്യുന്നത്? യോഹന്നാൻ അപ്പോസ്തലനല്ല. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. താൻ എഴുതി അയക്കുന്ന വാക്യങ്ങളുടെയും വചനങ്ങളുടെയും ഉത്തരവാദി സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. താൻ പറയുന്ന ദൈവദൂതിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ പറയുന്ന ആലോചനയുടെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയല്ല പ്രവർത്തിച്ചത്, ദൈവത്തിൻ്റെ കരമാണ്. കർത്താവ് പറയുന്നു 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവനും 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനുമായവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ആ സഭയുടെ ദൂത് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 11-ാം വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ പ്രാരംഭത്തിൽ പറഞ്ഞു സ്തോത്രം 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലങ്കൈ പിടിച്ചവനായി നിൽക്കുന്ന യേശു അരുളി ചെയ്യുന്നു. ആ സഭയുടെ ദൂത് അവസാനിക്കുമ്പോൾ പറയുന്നു ആത്മാവ് സഭകളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അർത്ഥമെന്താണ്? ആത്മാവിനും യേശുക്രിസ്തുവിനും പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ഇന്ന് രാവിലെ സമയം
ആത്മാവ് നമ്മളോട് പറയും, യേശു നമ്മോട് പറയും. അതിൽ നമ്മുടെ കുറവുകളുണ്ടാകാം, അതിൽ നമ്മുടെ വാക്തത്വങ്ങൾ ഉണ്ടാകാം, അതിൽ നമുക്കുള്ള അനുഗ്രഹം ഉണ്ടാകാം, അതിൽ നമുക്കുള്ള താക്കീതുകൾ ഉണ്ടാകാം. അത് പറയുന്നത് കേൾക്കുവാനുള്ള ഹൃദയവിശാലതയും ആത്മീയ പക്വതയും നമ്മൾ പ്രാപിച്ചെടുത്തേ മതിയാകത്തുള്ളൂ. ഇവിടെ പറയുന്നത് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു. 7 നക്ഷത്രം എന്താണ്? 7 നക്ഷത്രം എന്താണ്? അതിന്റെ 20-ാം വാക്യം 1:20 പറയുന്നു, എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നില വിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 വിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ 7 നക്ഷത്രം സഭയിലെ ദൂതന്മാരാണ്. 7 പൊന്നില വിളക്ക് 7 സഭകളാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞാൽ സഭയുടെ ദൂതന്മാരോട് പറയുന്നു, സഭയിലെ മൂപ്പന്മാരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, നിങ്ങളൊരു നക്ഷത്രത്തെ പോലാണ് ഇരിക്കുന്നത്. സ്തോത്രം. മറ്റുള്ളവർക്ക് ശോഭ കൊടുക്കുവാൻ, ഇരുളിൽ വെളിച്ചമായി മിന്നുവാൻ. സ്തോത്രം. നമ്മൾക്കറിയാം, ദൂരത്തിൽ നോക്കുമ്പോൾ നക്ഷത്രത്തിന് വലിയ വലിപ്പമൊന്നും കാണുന്നില്ലെങ്കിലും, സൂര്യനോളമോ ചന്ദ്രനോളമോ അതിന് വലിപ്പമില്ലെങ്കിലും തന്നാൽ കഴിയുന്ന രീതിയിൽ അത് രാത്രിയിൽ പ്രകാശം കൊടുക്കുന്നു. സ്തോത്രം. അതിൽ നിന്ന് ഒരു സന്ദേശം നമുക്ക് പ്രാപിക്കാൻ കഴിയും. ദൈവം നമുക്ക് നൽകിയ ശുശ്രൂഷകൾ, ദൈവം നമുക്ക് നൽകിയ സ്തോത്രം നിയോഗങ്ങൾ ദൈവഹിതപ്രകാരം ചിലർക്കെങ്കിലും പ്രയോജനകരമാകുന്ന രീതിയിൽ, പ്രകാശം പരത്തുന്ന രീതിയിൽ, നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഇടങ്ങളിൽ, നമ്മെ ആക്കിയ സ്ഥാനങ്ങളിൽ പ്രകാശം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിനാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഉലാവുന്നത് എവിടെയാണ്? 7 നിലവിളക്കുകളുടെ നടുവിൽ, അതായത് 7 സഭകളിൽ. യേശു സഭകളിൽ ഉലാവുന്നു എന്നുള്ള വെളിപ്പാട് ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം അവിടെ പറയുന്നത് എഫെസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്നത് 7 നിലവിളക്കുകളും 7 സ്തോത്രം നക്ഷത്രവും. 7 നക്ഷത്രം ദൈവത്തിൻ്റെ 7 സഭയിലെ മൂപ്പന്മാർ, ദൂതന്മാർ. 7 നിലവിളക്ക് 7 സഭകൾ. അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു സഭയോട് പറയുകയാണ്, അരുളി ചെയ്യുകയാണ്. ഇന്ന് രാവിലെ സമയം ആ വാക്ക് അരുളി ചെയ്യുക എന്നുള്ള പദം ചിന്തിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, രാജാവിൻ്റെ കൽപ്പനയാണത്. ദൈവത്തിന് നമ്മളോട് അരുളി ചെയ്യുവാനുണ്ട്. അതുതന്നെയാണ് പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളതും. സ്തോത്രം. ദൈവം അരുളി ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു. ആ 2 വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ചേ. അരുളി ചെയ്യുന്നു, പറയുന്നു. സ്തോത്രം. സ്വർഗത്തിൽ നിന്നും ദൈവം അരുളി ചെയ്യുമ്പോൾ ഭൂമിയിൽ നമ്മോടൊപ്പമുള്ള പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ അരുളി ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മോട് പറയുകയാണ്, ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ജീവിതത്തിൻ്റെ ആത്മീയ തലങ്ങൾ വിട്ട് ലോകത്തിലും ലോകത്തിൻ്റെ ഓരോ ചുവടിലേക്കും പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാറില്ലേ, അത് തെറ്റാണ്, അത് ചെയ്യരുത്, അത് ചെയ്യരുത്. സ്തോത്രം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു നിർത്തിയത്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നിർബന്ധമില്ല. അംഗീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കുക, ഏറ്റെടുക്കുവാൻ സന്മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. സ്തോത്രം. ഇതിനകത്ത് എഫെസോസിലുള്ള സഭകളുടെ മുന്നറിയിപ്പുണ്ട്, അവരുടെ പാപങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അവരുടെ നല്ല ശ്രേഷ്ഠമായ ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നു, സ്തോത്രം, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാവിലെ സമയം ക്രിസ്തു അരുളി ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോ നിമിഷവും പറയുമ്പോൾ നാം ദൈവം അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മപ്പെടുത്തിയും ആലോചന പറഞ്ഞും നമ്മെ ഓർപ്പിക്കുമ്പോൾ അതിന് കീഴ്പ്പെടുവാനും തെറ്റുകളെ ഏറ്റുപറയുവാനും ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാനും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും ദൈവമക്കൾ തയ്യാറാകണം. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മിൽ പ്രസാദിക്കുമെന്ന് ഈ വചനഭാഗത്തുകൂടെ ഞാൻ ആത്മീയ സന്ദേശമായി കൈമാറട്ടെ. ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം.
കർത്താവിന് വെച്ച നാളെ നമ്മൾ എഫെസോസിലെ സഭയിലേക്കും അവരുടെ ഉള്ളതായ കുറവുകളും അവരുടെ നല്ല ശ്രേഷ്ഠതകളും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ ഒന്നാമതായി പറയുന്നു, എഫെസോസിലെ സുവിശേഷ വേലയിൽ പൗലോസ് അനുഭവിച്ച മൃഗയുദ്ധം. സ്തോത്രം. അർത്തമീസിന്റെ ശക്തിയോടും ദേശത്തിൻ്റെ പാപത്തെ ചെയ്യിക്കുന്ന ജനത്തിൻ്റെ സിരകളിലോടുന്ന പാപത്തിൻ്റെതായ പ്രവണതകളെ അവസാനിപ്പിക്കുവാൻ പൈശാചിക ശക്തികളോട് പൗലോസ് യുദ്ധം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് പൗലോസിനോട് കുറിച്ച് പറയുന്നു, അതുകൊണ്ട് പൗലോസിന് ദൈവം ഹല്ലേലൂയ സ്തോത്രം വലിയൊരു വിശാലവുമായ വാതിൽ തുറന്നു. ഇന്ന് രാവിലെ സമയം എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടായി പറയുന്നു, നിങ്ങളൊരു യുദ്ധത്തിൽ കൂടെ കടന്നു പോകുന്നത് പോലുള്ള അനുഭവത്തിലാണോ ജീവിക്കുന്നത്? ആത്മീയമായി വളരുവാൻ, ഭൗതിക മണ്ഡലത്തിലെ വിടുതൽ പ്രാപിക്കുവാൻ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ കഴിയാതെ യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. വിശ്വസിക്കുക, നിങ്ങൾക്ക് വലിയൊരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. സഫലമായ വാതിൽ. മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നാലും എഫെസോസിൽ വലിയൊരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന, നമ്മുടെ നടുവിൽ ഉലാവുവാൻ ആഗ്രഹിക്കുന്ന, നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന് നമ്മളോട് ചിലത് പറയുവാനുണ്ട്. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ നല്ല കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന് ചില കാര്യം നമ്മോട് ഓർപ്പിക്കുവാനുണ്ട്. അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നത്തെ ഈ സന്ദേശത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ജീവിതത്തിൽ പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ? പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ? യുദ്ധത്തിന് സമാനമായ അനുഭവത്തിൽ കൂടെ പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾക്ക് വലുതും സഫലവുമായ വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. സ്തോത്രം. അത് തക്ക സമയത്ത് നമുക്ക് പ്രാപിക്കാം. അതിനുവേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ മുന്നേറാമെന്നുള്ള ആഹ്വാനത്തോടുകൂടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, വേഡ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന തിരുവചന ഗ്രൂപ്പിൽ കൂടെ ദൈവ സന്ദേശം കൈമാറുവാനെന്ന കൃപയ്ക്ക് സ്തോത്രം. ഈ ലൈവിൽ വാച്ച് ചെയ്ത് എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വിവിധമായ പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഓരോ പ്രശ്നങ്ങൾ മാറി അടുത്ത പ്രശ്നങ്ങൾ, ഓരോ വേദനകൾ മാറി അടുത്ത വേദനകൾ, ഒന്നിനും ഒരു പര്യവസാനമില്ലാതെ ജീവിതത്തിൽ ഒന്നൊന്നായി അവർ അനുഭവിക്കുമ്പോൾ, യേശുവേ, അവർ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി വലുതും വിശാലമായ വാതിൽ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ശ്രവിച്ച സകലരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിവിധ വിഷയങ്ങളുമായി പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ കർത്താവ് വിടുവിക്കണമേ, അവരെ കർത്താവ് സൗഖ്യമാക്കണമേ. രോഗത്തിന്റെ പോരാട്ടമാണോ, സാമ്പത്തിക പ്രതിസന്ധിയുടെ പോരാട്ടമാണോ, കുടുംബ തകർച്ചകളുടെ പോരാട്ടമാണോ, ഏതൊരു പോരാട്ടത്തിൽ കൂടെ കടന്നുപോയാലോ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ദൈവം വലുതും വിശാലവുമായ വാതിൽ അവർക്ക് വേണ്ടി തുറക്കേണ്ടതിനായി ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഈ വചനങ്ങളാൽ സ്വർഗ്ഗം നമ്മളെ സഹായിക്കട്ടെ. വിശ്വസിക്കുക, ദൈവം നമുക്ക് വേണ്ടി വലുതും സഫലവുമായ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. സ്തോത്രം. അത് പ്രാപിക്കുവാൻ കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അതിന് പക്ഷേ ഒരു മൃഗയുദ്ധം ചെയ്യേണ്ടി വരാം. ഭാരപ്പെടരുത്. യുദ്ധത്തിൽ കൂടെ കടന്നുപോയാലും നമുക്കൊരു വാതിൽ തുറന്ന് ദൈവം വെച്ചിട്ടുണ്ട്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തൻ സർവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.